بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. باب المراقبة. باب الصدق وين باب المراقبة. മുറാഖബ എന്ന് പറഞ്ഞാൽ നിരീക്ഷണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നു, നമ്മളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു എന്നൊരു ബോധം, അതാണ് മുറാഖബ. അതിന് അദ്ദേഹം നബവി റഹിമഹുല്ലാഹ് കൊടുത്ത ആയത്ത് വഖാല തആല അല്ലദീ യറാക ഹീന തഖൂം, നീ നിസ്കരിക്കുന്ന സമയത്ത്, നീ നിൽക്കുന്ന സമയത്ത് നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവനായവൻ. അതുപോലെ തന്നെ സൂറത്തുൽ ഹദീദിലെ 4-ാമത്തെ ആയത്ത് വഹുവ മഅകും ഐനമാ കുൻതും, നിങ്ങൾ എവിടെയാണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ കൂടെയുണ്ട്. അതുപോലെ തന്നെ സൂറത്ത് ആലി ഇംറാൻ 5-ാമത്തെ ആയത്ത് ഇന്നല്ലാഹ ലാ യഖ്ഫ അലൈഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാ, ആകാശഭൂമികളിലായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലാക്ക് ഒന്നും അവ്യക്തമായിട്ടില്ല, മറക്കപ്പെട്ടിട്ടില്ല, എല്ലാം അല്ലാഹുവിന് അറിയാം. അതുപോലെ സൂറത്തുൽ ഫജ്റിലെ 14-ാമത്തെ ആയത്ത് ഇന്ന റബ്ബക ലബിൽ മിർസാദ്, പതിസ്ഥാനത്ത് നിരീക്ഷിച്ചുകൊണ്ടിരിക്കണം അല്ലാഹ്. അതുപോലെ സൂറത്തു ഗാഫിർ 19-ാമത്തെ ആയത്ത് യഅലമു ഖായിനതൽ അഅ്യുനി വമാ തുഖ്ഫി സുദൂർ, കണ്ണിൻ്റെ കട്ടുനോട്ടവും മനസ്സിലുള്ളതും മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചതും അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയുന്നു. അങ്ങനെ കുറച്ച് ആയത്തുകൾ അദ്ദേഹം കൊടുത്തു. എന്നിട്ട് അടുത്ത ഹദീസ് പറയാണ് അൻ അബീ ദർ ജുൻദുബ് ബിൻ ജുനാദ വ അബി അബ്ദുറഹ്മാൻ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുമാ عن رسول الله صلى الله عليه وسلم قال اتق الله حيثما كنت وأتبع السيئة الحسنة تمحها وخالق الناس بخلق حسن رواه الترمذي وقال حديث حسن. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയ ഉപദേശമാണ് ഇത്തഖില്ലാഹ ഹൈതുമാ കുന്ത്, നീ എവിടെയാണെങ്കിലും നീ അള്ളാഹുവിനെ സൂക്ഷിക്കുക, തഖ്വയുള്ളവനാവുക. ജോലി സ്ഥലത്താണെങ്കിലും വീട്ടിലാണെങ്കിലും അങ്ങാടിയിലാണെങ്കിലും ജീവിതത്തിൻ്റെ ഏത് അവസ്ഥയിലാണെങ്കിലും സാഹചര്യത്തിലാണെങ്കിലും അള്ളാഹുവിനെ സൂക്ഷിക്കുക. വഅത്ബിഇ സയ്യിഅത്തൽ ഹസനത തംഹുഹ, ജീവിതത്തിൽ തെറ്റുകൾ വന്നാൽ, പിഴവുകൾ സംഭവിച്ചാൽ നന്മകൾ ചെയ്ത് ആ തെറ്റുകളെ നീ മായ്ച്ചു കളയണം. കാരണം നന്മകൾ തിന്മകളെ ഇല്ലാതാക്കും. ഇന്നൽ ഹസനാത്തി യുദ്ഹിബിന സയ്യിആത്ത്, നന്മകൾ തിന്മകളെ ഇല്ലാതാക്കുന്നതാണ്. മൂന്നാമത്തത് വഖാലിഖിൻ നാസ ബിഖുലുഖിൻ ഹസൻ, ജനങ്ങളോട് ഏറ്റവും നല്ല രീതിയിൽ പെരുമാറണം, നല്ല സ്വഭാവം ഉള്ളവനാകണം, ആർക്കും ഇഷ്ടപ്പെടുന്ന, ആർക്കും സന്തോഷം ഉണ്ടാക്കുന്ന നല്ല സ്വഭാവമുള്ളവനാകണം, ആ രീതിയിൽ ജനങ്ങളോട് പെരുമാറണം. പണ്ഡിതന്മാർ വിശദീകരിച്ചു, ഈ ഹദീസിൽ 3 ഭാഗങ്ങളാണ്. ഒന്ന്, അള്ളാഹുമായിട്ടുള്ള ബന്ധം, ഇത്തഖില്ലാഹ ഹൈസുമാ കുന്തും. 2, സ്വന്തം ജീവിതത്തിൽ നന്മകൾ അധികരിപ്പിക്കുക, തിന്മകൾ ഒഴിവാക്കുക. അതിന് തിന്മകൾ ചെയ്താൽ തന്നെ നന്മകൾ അധികരിപ്പിച്ച് ആ തിന്മയെ ഇല്ലാതാക്കണം. മൂന്നാമത്തത്, കൂടപ്പുറപ്പുകളുമായിട്ടുള്ള, സഹജീവികളുമായിട്ടുള്ള ബന്ധം നല്ല രീതിയിൽ, ആ ബന്ധം നല്ല രീതിയിലാക്കുക. ഈ 3 കാര്യങ്ങളാണ് ഒരു ജീവിതത്തിൽ ഒരു മനുഷ്യൻ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.